നമസ്കാരം. അനില അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യയുടെ ലോകത്തേക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും വിജയദശമി ആശംസകൾ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് പ്രധാനമായും 5 തരത്തിലാണുള്ളത്. റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ, കോസ്റ്റ് പ്രിൻസിപ്പിൾ, മാച്ചിങ് പ്രിൻസിപ്പിൾ, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ ആൻഡ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. FASB എന്ന് പറയുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്നാണ് FASBയുടെ ഫുൾ ഫോം. FASB ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനെ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്നാണ് പറയുന്നത്. എന്താണ്? FASB ഇഷ്യൂ ചെയ്ത, FASB എന്ന് പറയുമ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഈ പ്രിൻസിപ്പിൾസിനെ പറയുന്നത് എന്താണ്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്നാണ്. ഗ്യാപ്പ് എന്ന് പറയും, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അതാണ് നമ്മൾ ഇന്നോട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ എന്താണ്? റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. അതിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? റവന്യൂ ഓർ ഇൻകം. എന്താണ്? നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെയിൽ നടത്തുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു വിൽപ്പന സാധ്യമാവുകയാണ് എങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? അതിൽ നിന്ന് കിട്ടുന്നതാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ ഓർ ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു റവന്യൂ അല്ലെങ്കിൽ ഇൻകം കിട്ടുമ്പോൾ നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഇൻറ്ററിം പീരീഡിലേക്കായിരിക്കാം. പല പീരീഡുകളുണ്ടാകും. ഒന്നെങ്കിൽ അത് ക്വാർട്ടർലി ആവാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആവാം, അല്ലാന്നുണ്ടെങ്കിൽ 1 ഇയർ ആവാം. ക്വാർട്ടർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആവാമെന്ന് വെച്ചാൽ 6 മാസം കൂടുമ്പോൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 1 ഇയർ 12 മന്ത്സ് കൂടുമ്പോഴായിരിക്കും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏത് തരത്തിലാണെങ്കിലും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഏതൊരു കാലയളവാണോ അതിന് നമ്മൾ പീരീഡ് ഓഫ് ടൈം എന്നാണ് പറയുന്നത്. ഏത് പീരീഡ് ഓഫ് ടൈമിലേക്കാണോ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും എന്തായിരിക്കണം? റവന്യൂ നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എന്ത്? ഈ റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഏതൊക്കെ സ്ഥലത്ത് നിന്നാണ് നമുക്ക് സെയിൽ നടത്തി അതിൽ നിന്ന് റവന്യൂ കിട്ടുന്നത്? ഒന്നെങ്കിൽ അത് അക്രൂവൽ ബേസിസിലാവാം, അല്ല എന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ബേസിസിലാവാം. എന്താണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്? അക്രൂവൽ ഒരു പുതിയ വേർഡാണല്ലേ അക്രൂവൽ എന്ന് പറയുന്നത്. അക്രൂഡ് ഇൻകം എന്ന് പറയും. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റിലാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് എങ്കിൽ നമ്മൾക്ക് അപ്പം തന്നെ ക്യാഷ് കിട്ടത്തില്ല അല്ലേ. അത് കടമായിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് എങ്കിൽ ഉടനടി ക്യാഷ് ലഭിക്കത്തില്ല. അതിനെ അക്രൂഡ് ഇൻകം എന്നാണ് പറയുന്നത്. പിന്നീട് നമുക്ക് അതിൽ നിന്നും പൈസ കിട്ടും. അപ്പോൾ അക്രൂഡ് ഇൻകം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക. എത്രത്തോളമാണ് നമുക്ക് അക്രൂവലായിട്ട് കിട്ടാനുള്ള ഇൻകം. അതുപോലെ തന്നെ ക്യാഷ് ബേസിസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനടി തന്നെ ക്യാഷ് കിട്ടും. അപ്പം അക്രൂഡ് ഇൻകവും അതുപോലെ തന്നെ ക്യാഷ് ബേസിസിലാണ് എങ്കിൽ ആ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ തന്നെ നമുക്ക് ക്യാഷ് കിട്ടും. അക്രൂഡ് ഇൻകവും ക്യാഷ് ബേസിസിൽ കിട്ടുന്ന ഇൻകവും എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക. അതാണ് എന്ത്? റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ ഇൻകം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക. അതാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും P&L അക്കൗണ്ടിലും ഒക്കെ നമ്മൾ എന്താ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്? ഇൻകമാണ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. ആ ഇൻകമാണ് നമ്മളതിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ഓരോ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ എന്ത് സാധിക്കുകയുള്ളൂ? നമുക്ക് ലാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ലാസ്റ്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് കറക്റ്റായിട്ട് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ മനസ്സിലായല്ലോ. അപ്പം എന്താണ് ആ റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിളിലൂടെ പറഞ്ഞത് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തതാണ് കോസ്റ്റ് പ്രിൻസിപ്പിൾ. എന്താണ് കോസ്റ്റ് പ്രിൻസിപ്പിൾ? കോസ്റ്റ് എന്ന വാക്കിനർത്ഥം എന്താണ്? ചിലവ് അല്ലേ. കോസ്റ്റ് അപ്പോൾ എന്തായിരിക്കും? തീർച്ചയായിട്ടും ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന ചിലവായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണ് എങ്കിൽ, പർച്ചേസിങ് ആൻ അസറ്റ് അല്ലെങ്കിൽ പർച്ചേസ്ഡ് ആൻ അസറ്റ് പർച്ചേസ് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ അവിടെ അക്വിസിഷൻ പ്രൈസിലാണ് അസറ്റ് വാങ്ങുന്നത്. എങ്ങനെയാണ്? അക്വിസിഷനിലാണ് നമ്മൾ എന്ത് വാങ്ങുന്നത്? അസറ്റ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങുന്നത് അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയും. എന്തായിരിക്കും അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്?
അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു അസറ്റോ വാങ്ങുമ്പോൾ നമ്മൾക്ക് കൊടുക്കേണ്ടി വരുന്ന പ്രൈസ്, അക്വിസിഷൻ പ്രൈസ് അല്ലെങ്കിൽ അക്വിസിഷൻ കോസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. എന്താണ്, നമ്മളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അസറ്റോ പർച്ചേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഏതെങ്കിലും ആവാം, ഇത് വേണമെങ്കിലും ആകാം, എന്താണ്, പർച്ചേസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾക്ക് കൊടുക്കേണ്ടി വരുന്ന വില, നമ്മളത് പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന വിലയാണ് എന്ത്, അക്വിസിഷൻ പ്രൈസ് എന്ന് പറയുന്നത്. ആ അക്വിസിഷൻ പ്രൈസ് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ അസറ്റിന് ഇപ്പോൾ ഡിപ്രീസിയേഷനൊക്കെ സംഭവിക്കും. അങ്ങനെ ഡിപ്രീസിയേഷനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അസറ്റിൻ്റെ വില കാലാനുസൃതമായിട്ട് കുറയും. അങ്ങനെ കുറയുമെങ്കിൽ എന്ത് ചെയ്യണം, ആ അസറ്റിൻ്റെ വിലയിൽ നിന്നും ഡിപ്രീസിയേഷൻ്റെ തുക കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് വേണം അസറ്റിൽ കാണിക്കാനായിട്ട്. കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഈസിയാണ്. നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, അവിടെ നമുക്ക് കോസ്റ്റ് ഉണ്ടായല്ലോ. എത്രത്തോളമാണ് ആ അസറ്റ് പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾക്ക് കൊടുക്കേണ്ടി വന്നത്? ഫോർ എക്സാമ്പിൾ, ഫർണിച്ചർ വാങ്ങുന്നു, 20,000 രൂപയുടെ ഒരു ഫർണിച്ചർ വാങ്ങുന്നു. നമ്മൾക്ക് എത്രയാണ് അക്വിസിഷൻ പ്രൈസ് എന്ന് പറയുന്നത്? 20,000 രൂപ. അതിന് ഒരു വർഷം നമ്മൾ കമ്പനിയിൽ അത് യൂസ് ചെയ്തു. അതിനെന്ത് സംഭവിച്ചു? ഡിപ്രീസിയേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ വെയർ ആൻഡ് ടിയർ ഉണ്ടായി. ഡിപ്രീസിയേഷൻ ഉണ്ടായപ്പോൾ അതിൻ്റെ വില കുറഞ്ഞു. ഡിപ്രീസിയേഷൻ ഒരു 10% ഡിപ്രീസിയേഷൻ എങ്കിൽ 20,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 2,000 എന്ത് ചെയ്യണം? ഈ 20,000-ൽ നിന്നും നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. 2,000 രൂപ എന്ത് ചെയ്യണം? നമ്മൾ ഡിഡക്റ്റ് ചെയ്യണ്ടേ? ഡിഡക്റ്റ് ചെയ്ത് ബാക്കി എത്ര രൂപയേ വരത്തുള്ളൂ? ഇതായിരിക്കും നമ്മുടെ അസറ്റിൻ്റെ ആ സമയത്തുള്ള വില, അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ വിലയെന്ന് പറയുന്നത് എന്താണ്? 18,000 രൂപയേ ഉള്ളൂ. കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അക്വിസിഷൻ പ്രൈസിൽ അതിൻ്റെ പ്രൈസ് രേഖപ്പെടുത്തുകയും പിന്നീട് അതിന് ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ ആ ഡിപ്രീസിയേഷൻ എത്ര ശതമാനമാണെന്ന് ക്വസ്റ്റ്യനിൽ പറയും. ഡിപ്രീസിയേഷൻ എത്ര ശതമാനമാണെന്ന് അത് കണ്ടുപിടിച്ചുകൊണ്ട് ആ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ സെറ്റിൽ നിന്നും ആ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് വേണം പിന്നീട് ആ ഫർണിച്ചറിൻ്റെ എമൗണ്ടായിട്ട് കാണിക്കാൻ, 18,000, അല്ലാതെ 20,000 കാണിക്കാൻ പാടില്ല. അതാണ് കോസ്റ്റിൽ പറയുന്നത്. കോസ്റ്റ് പ്രിൻസിപ്പിളിൽ കറക്റ്റായിട്ട് കാണിക്കുക. അതിൻ്റെ വില കുറയുകയാണ് എങ്കിൽ അതും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൽ പറയുന്നത്? കോസ്റ്റ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. പിന്നീട് വരുന്ന പ്രിൻസിപ്പിളാണ് എന്ത്? മാച്ചിങ് പ്രിൻസിപ്പിൾ. മാച്ചിങ് എന്തായിരിക്കണം? ഇതൊക്കെ തമ്മിൽ മാച്ച് ചെയ്യണമെന്നായിരിക്കും അല്ലേ മാച്ചിങ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയായിരിക്കും മാച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു? ഒരു അക്കൗണ്ടിങ് പീരീഡിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ അക്കൗണ്ടിങ് പീരീഡിലേക്ക് ഈ അക്കൗണ്ടിങ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ എന്തായിരിക്കണം? അതേ അക്കൗണ്ടിങ് പീരീഡിലുള്ള റവന്യൂവും എക്സ്പെൻസും മാച്ച് ചെയ്ത് പോകണം. റവന്യൂവും എക്സ്പെൻസും എന്ത് ചെയ്യണം? മാച്ച് ചെയ്ത് പോകണമെന്നുള്ളതാണ്. റവന്യൂ ആൻഡ് എക്സ്പെൻസ്. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ R=E. റവന്യൂ അല്ലെങ്കിൽ ഇൻകവും എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റും മാച്ച് ചെയ്ത് പോകണം. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഡേറ്റ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതേ അക്കൗണ്ടിങ് പീരീഡിൽ ഉണ്ടാകുന്ന റവന്യൂവും അതേ അക്കൗണ്ടിങ് പീരീഡിൽ ഇൻകർ ചെയ്യപ്പെടുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റും തമ്മിൽ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യപ്പെട്ട് പോകണം. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് വിൽക്കുകയാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യപ്പെടുന്നു. അവിടെ നമുക്ക് എന്ത് കിട്ടും? റവന്യൂ കിട്ടും അല്ലേ? റവന്യൂ അല്ലെങ്കിൽ ഇൻകം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം തന്നെ അവിടെ അതിന് ഈക്വലായിട്ടുള്ള കോസ്റ്റും ഇൻകർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് സോപ്പാണ്, കുറച്ച് പ്രൊഡക്ട്സ്, നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സോപ്പാണെന്ന് വിചാരിക്കുക. സോപ്പ് നമ്മൾ വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മളുടെ കയ്യിൽ നിന്നും മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മളാണെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് വരാം. പക്ഷേ എന്ത് സംഭവിക്കും? അത് ഈ പറയുന്ന റീറ്റെയിലർ വഴിയാണ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. അങ്ങനെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടാവണം അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഇവിടെ ഈ പറയുന്ന മാച്ചിങ് പ്രിൻസിപ്പിളാണ് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഇങ്ങനെ നടക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് ഇൻകർ ചെയ്യപ്പെടുന്നത്. എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ക്യാരേജ്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രോബ്ലത്തിൽ പറഞ്ഞപ്പോൾ ക്യാരേജ് എന്ന് പറയുന്നൊരു വേർഡ് അവിടെ ഉണ്ടായിരുന്നു, ഒരു ടേം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെയാണ് ക്യാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ പ്രൊഡക്റ്റ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നു? വിൽക്കുന്നു.
നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറേ കോസ്റ്റ് ഉണ്ട്. അതാണ് എന്താ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ ഹോൾസെയിലറിലേക്കോ റീറ്റെയിലറിലേക്കോ മൂവ് ചെയ്യപ്പെടണം. അവരിൽ നിന്നും മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അത് ഷിപ്പ് മാർഗ്ഗമാകാം അല്ലെങ്കിൽ റോഡ് മാർഗ്ഗമാകാം, ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും ആകാം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്. എന്തായിരിക്കും അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്? അഡ്വർടൈസ്മെൻറ്റ് കണ്ടുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ചില കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം. അവിടെ എന്ത് സംഭവിക്കുമ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് കോസ്റ്റ് എന്ത് ചെയ്യണം, ബെയർ ചെയ്യപ്പെടണം അല്ലേ? കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട് അവിടെ അഡ്വർടൈസ്മെൻറ്റിന്. അതിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്, കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റും എന്താണ്? എക്സ്പെൻസാണ്. എന്താണ്? എക്സ്പെൻസാണ്. എന്ത് ചെയ്യപ്പെടുമ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്ന നേരത്ത് നമ്മൾക്കുണ്ടാകുന്ന എക്സ്പെൻസാണ് എന്തൊക്കെ? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റും. അത് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിച്ചു അവിടെ? അതിലൂടെ നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കാൻ സാധിച്ചു. അതിലൂടെ നമുക്ക് കുറച്ച് പ്രോഫിറ്റൊക്കെ ഏൺ ചെയ്യാൻ സാധിച്ചു. അതിനെയാണ് എന്ത് പറയുന്നത്? റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത് മനസ്സിലായോ? ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ മാച്ചിങ് പ്രിൻസിപ്പിൾ, നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ നടത്തുമ്പോൾ അതിന് ഈക്വലായിട്ടുള്ള കോസ്റ്റ് അവിടെ ഇൻകർ ചെയ്യപ്പെടുന്നുണ്ട്. പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ ഇതുപോലുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റിനെയും നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ റവന്യൂ എപ്പോഴും എക്സ്പെൻസിന് ഈക്വൽ ആയിരിക്കണം. ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ അതിന് ഈക്വലായിട്ടുള്ള ഒരു കോസ്റ്റും ഇൻകർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും എങ്ങനെയാണ് റവന്യൂ എക്സ്പെൻസുമായിട്ട് അക്കൗണ്ടിങ് പീരീഡിൽ മാച്ച് ചെയ്ത് പോകുന്നത് എന്ന്. മനസ്സിലായല്ലോ? പിന്നീട് വരുന്ന പ്രിൻസിപ്പിളാണ്, നാലാമതായിട്ട് വരുന്ന പ്രിൻസിപ്പിളാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ഡിസ്ക്ലോഷർ എന്തായിരിക്കും? ഫുൾ ഡിസ്ക്ലോഷർ. ഡിസ്ക്ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യപ്പെടുക, നമ്മുടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിസ്ക്ലോസ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് എന്ത് സാധ്യമാകും? അവർക്ക് ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ ഗുഡ് വിൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ അത് എത്രത്തോളമാണ്, ആ സ്ഥാപനത്തിനുള്ള സെൽപ്പേര് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കി അവരുടെ ഷെയർസിനൊക്കെ എത്രത്തോളമാണ് വിലയുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പബ്ലിക്കിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും അങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ കമ്പനിയിലേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിലെന്ന് പറയുന്നത് ഈ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിലൂടെ അത് സാധ്യമാവുകയുള്ളൂ. എന്ത് ചെയ്യുക, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബാലൻസ് ഷീറ്റ് പോലുള്ള ഇതിലൂടെ നമുക്ക് പ്രോഫിറ്റ് കമ്പനിക്ക് എത്രത്തോളം ഉണ്ട് എന്ന് പബ്ലിക്കിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും അതിലൂടെ അവർക്ക് ആ കമ്പനിയുടെ ഗുഡ് വില്ലും മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി ഷെയർസൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ മുൻകൈ എടുക്കും എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിലൂടെ പറയുന്നത്. ലാസ്റ്റായിട്ട് വരുന്ന പ്രിൻസിപ്പിളാണ് എന്ത്? ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പം ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവണം അല്ലേ? എന്തായിരിക്കണം? നമ്മുടെ അക്കൗണ്ടിങ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്നത് അക്യുറേറ്റ് ആയിട്ടായിരിക്കണം എന്നുള്ളതാണ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിളിലൂടെ പറയുന്നത്. എന്താണ് അക്യുറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൃത്യമായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അക്കൗണ്ടിങ് ഡേറ്റ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് കൃത്യമായിട്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ബയാസ് ഒന്നും അവിടെ ഉണ്ടാകാനായിട്ട് സാധ്യമാകരുത്, അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പേഴ്സണൽ ബയസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഒപ്പീനിയൻ്റെ ബേസിൽ ആവരുത് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അക്കൗണ്ട്സ് എപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് കുറച്ച് എവിഡൻസിൻ്റെ രൂപത്തിലായിരിക്കണം, അല്ലെങ്കിൽ എവിഡൻസ് മനസ്സിലാക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് വേണം. ബിൽസ്, ഇൻവോയ്സസ്, വൗച്ചേഴ്സ് അതുപോലുള്ളതാണ് എന്ത് എവിഡൻസ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെ വരും? ബിൽസ്, വൗച്ചേഴ്സ്, ഇൻവോയ്സ്, റെസീപ്റ്റ്സ്, ഇതൊക്കെയാണ് അക്കൗണ്ടിങ് എവിഡൻസ് എന്ന് പറയുന്നത്. ആ എവിഡൻസിൽ നോക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ? ഓരോ അക്കൗണ്ട്സും പ്രോപ്പറായിട്ട് അക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുകയും പിന്നീട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിളിലൂടെ പറയുന്നത്. അപ്പം FASB ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇഷ്യൂ ചെയ്ത ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഗ്യാപ്പ് എന്നാണ് അതിന് പറയുക. അതായുള്ള 5 പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ, കോസ്റ്റ് പ്രിൻസിപ്പിൾ, മാച്ചിങ് പ്രിൻസിപ്പിൾ, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. വീണ്ടും പുതിയൊരു സബ്ജക്റ്റും പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.